السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. സഹോദരങ്ങളെ, സൂറത്ത് ബഖറ തുടങ്ങുന്നിടത്ത് തന്നെയുള്ള ആയത്താണ് ഞാൻ ആമുഖമായി ഓതി വച്ചത്. വിശ്വാസികളെ പരിചയപ്പെടുത്തുമ്പോൾ വിശ്വാസമുള്ള ആളുകളെ വിശദീകരിക്കുമ്പോൾ ഖുർആൻ പറയുന്നൊരു വാക്കാണ് ഹും യൂഖിനൂൻ. പല സ്ഥലത്തും ഖുർആൻ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹും യൂഖിനൂൻ. നമ്മൾ പറയും അവർ യഖീനുള്ളവരാണ്. യഖീൻ എന്ന് സാധാരണ മലയാളീകരിച്ച ഒരു അറബി പദമാണ്. എനിക്കത് യഖീനാണ്, പറഞ്ഞ എനിക്ക് യഖീനുണ്ടോ എന്നൊക്കെ നമ്മൾ പഴയ തലമുറ ചോദിക്കുന്നൊരു പദമാണ്. ഇപ്പം വിശ്വാസത്തിൽ യഖീൻ ഉണ്ടാവൽ എങ്ങനെയാണ്? അത് മനസ്സിലാവണമെങ്കിൽ ഖുർആൻ മറ്റ് 2 സ്ഥലങ്ങളിൽ 2 പ്രയോഗം നടത്തുന്നുണ്ട്. ഒന്ന് ബഖറയിൽ തന്നെ പറയുന്നുണ്ട്, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ ആമന്നാ ബില്ലാ എന്ന് പറയും, അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്ന എന്താണ്? വമാഹും ബിമുഅ്മിനീൻ എന്ന്. അവർ വിശ്വാസികളല്ല. വിശ്വാസി സമാജത്തിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ അവരുടെ തൃപ്തിയും അവരുടെ അംഗീകാരവും അവരുമായുള്ള സഹവാസമൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ടും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു മഹല്ലത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ. അതുകൊണ്ടോ മുഅ്മിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരും. ഞാനതിലില്ല എന്നൊക്കെ പഴയ കാലത്ത്, ഇപ്പം അങ്ങനെ പറയാനൊക്കെ ആളുകൾക്ക് ധൈര്യമുണ്ട്. കാരണം മഹല്ലത്തിൻ്റെ കെട്ടുറപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ നവയാഥാസ്ഥികനാണെങ്കിൽ നവലിബറലാണ് എന്നൊക്കെ പറയാൻ, അല്ലെങ്കിൽ ഞാൻ എക്സ് മുസ്ലിമാണെന്നൊക്കെ പറയാൻ ആളുകൾക്ക് ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല. കാരണം അവരെ പിന്തുണക്കാനും അവർക്ക് സ്റ്റേജും പേജും ഒരുക്കാനൊക്കെ ആളുകളുള്ളൊരു കാലത്ത്, അവർ താരമായി കൊണ്ടു നടക്കുന്നൊരു കാലത്ത് അങ്ങനെ പറയാൻ ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 10-25 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിൽ ഞാൻ ഇതിലില്ല, ഞാൻ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മുസ്ലിം സമാജത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അതെല്ലാവരും വലിയ മുത്തക്കിയായിട്ടൊന്നും അല്ല, എല്ലാവരും ദീനുള്ള ആളുകളായിട്ടുമല്ല. കാരണം അതൊരു വൈകാരിക തലമാണ്, ഒരു സാമുദായികതയുടെ കെട്ടുറപ്പിൻ്റെ ഭാഗമാണത്. അതുകൊണ്ടാണ് നാദാപുരത്ത് പള്ളിയിൽ കയറി മുസാഫ് പിച്ചി ചീന്തി മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവിടുന്ന് ഓടിയിട്ട് പ്രതിരോധിക്കാൻ ചെന്നത്. ഓല് നിസ്കരിക്കാനൊന്നുമില്ല, ഓൽക്കത് ഏർപ്പാടില്ല. പക്ഷെ പള്ളി കയറിയിട്ട് മുസാഫൊക്കെ കത്തിച്ച് മൂത്രയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊൽക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാവോ? അപ്പോൾ ഒരു ധാർമ്മിക രോഷം കത്തിയാളി. അതൊരു കൗമിയത്തിൻ്റെതാണ്, പൂർണ്ണമായ ഈമാനിൻ്റെതല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു ആൾ പള്ളിക്ക് വരുന്ന വരവിൽ അവനൊരു കൂട്ടുകാർ പിടിച്ച് നിർബന്ധമായി പിടിച്ചു കൊണ്ടുപോയി മദ്യം അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുന്നതിൽ സ്ഥിരമായി കുടിക്കുന്ന ആളുകളുണ്ടാവും. കാരണം എന്താ? കുടിക്കണോല് കുടിച്ചോട്ടെ, പക്ഷെ നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഓലെ പ്രശ്നം. കുടിക്കണ സമയത്ത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, കുടിച്ചോട്ടെ.
പക്ഷെ ഒരു മുസ്ലിമിനെ അങ്ങനെ കുടിപ്പിക്കേ, അപ്പോൾ എൻ്റെ ധാർമ്മികത, അത് ആ ധാർമ്മികത എന്നുള്ളതൊരു ഇൻവെർട്ടഡ് കോമയിലിട്ട് വായിക്കേണ്ട ധാർമ്മികതയാണ്. ഇപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, അള്ളാഹ് പറഞ്ഞു ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈമാൻ വരേണ്ടത് എവിടെ നിന്നാണ്? ഈമാൻ വരേണ്ടത് കൽബിൽ നിന്നാണ്. നമ്മൾ കുഞ്ഞുനാളിലെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുമല്ലോ, ഷഹാദത്ത് കലിമ എങ്ങനെ ചെല്ലണം? മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണമെന്ന ഷഹാദത്ത് കലിമന്റെ ഷർത്ത് നമ്മൾ പഠിച്ച്, മനസ്സിൽ ഉറച്ചിട്ട് വേണം നാവ് കൊണ്ട് പറയാൻ. അപ്പൊ അങ്ങനെ പറയാത്ത ആളുകൾ വിശ്വാസികളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ അള്ളാഹ് പറഞ്ഞു വമിനൻ നാസി മയ്യ അബ്ദുല്ലാഹ അലാ ഹർഫിൻ, ഒരു വക്കിൽ നിന്നുകൊണ്ട് ആരാധന ചെയ്യുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായി നമ്മളെ ഉദ്യമങ്ങളൊക്കെ വിജയിക്കുകയും മക്കളൊക്കെ നല്ല നിലക്കായിത്തീരുകയും ദുന്യാവിലെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് പോവുകയും ചെയ്യുമ്പോൾ തിരക്കേടില്ലാത്തൊരു ജീവിതം ഉണ്ടാവുമ്പോൾ അപ്പോൾ ആ ദീനും പള്ളിയൊക്കെ ഉണ്ടാവും. അതിന് വിഘാതം വരികയും പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്ന് വരികയും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വരിഞ്ഞു മുറുക്കുകയും ചെയ്യുമ്പോൾ അവൻ അവൻ്റെ പാട്ടിന് പോകും. ദീനും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഒഴിവാക്കി എന്താ ഇപ്പം ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിലക്ക് പോകുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ നവ ലിബറൽ ചിന്തകൾ കുട്ടികളെ സ്വാധീനിക്കുന്നത്, ഈ ഭൂമിയിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, ഇതൊക്കെ ആസ്വദിക്കണ്ടേ? പഴയ നൂറ്റാണ്ടിലെ മതവും പറഞ്ഞിപ്പം നടന്നിട്ട് ഇത് ആസ്വദിക്കാൻ കഴിയോ? പെൺകുട്ടികളോട് ചോദിക്കൂ, ഈ ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞ പോലെ ഇങ്ങനെ ഡ്രസ്സും ധരിച്ച് നിൽക്കുക, എന്താണ് ഇപ്പം നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റങ്ങളൊന്നും അറിയണ്ടേ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾക്കിടെ മനസ്സിൽ ഈ ഈമാൻ സ്ഥിരത നൽകുന്നില്ല എങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാണ്. ഇപ്പോ നമ്മുടെ മുമ്പിൽ ഉള്ളൊരു പ്രശ്നം എന്താവണം എന്ന് ചോദിച്ചാൽ, ഈ നോമ്പ് കഴിയുന്നവരെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഒക്കെ കൊല്ലും ബാധ റമദാൻ. പണ്ട് അറബികളൊക്കെ അങ്ങനെയാ, റമദാൻ കഴിയട്ടെ, ഏതായാലും ഇപ്പം ഈ ഒരു മാസം, ഈ മാസം കഴിയട്ടെ എന്ന് പോയപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ഏതാണ്ട് റമദാൻ കഴിഞ്ഞാൽ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വരും. ഈ പഴയ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ ചെയ്തിരുന്ന ചെയ്തികളൊക്കെ അപ്പടി മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരും. ഒരു മാസത്തെ നോമ്പ് എന്ന് പറയുന്നതും ആരാധനകൾ എന്ന് പറയുന്നതും ഏറെ മെച്ചപ്പെട്ട രൂപത്തിലും ഒരു ഭക്തനായ വിശ്വാസി ചെയ്യേണ്ട രൂപത്തിലൊക്കെ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞാൽ പഴയ അവൻ്റെ ജീവിതത്തിൽ അനിസ്ലാമികതകളും അധാർമികതകളൊക്കെ ഉണ്ടെങ്കിലും അത് മെല്ലെ മെല്ലെ തുടരും. ഇനി അടുത്ത റമദാൻ അങ്ങനെ വരുമ്പോൾ എന്താവും ചോദിച്ചാലുള്ള പ്രശ്നം എന്താ? നിങ്ങൾ ഈ ആരാധനകൾക്ക് തുടർച്ചയുണ്ടാവില്ല. ആരാധനകൾ വഴിയിൽ നിന്നു പോകും. അങ്ങനെ നിന്നു പോകുന്ന ഒരാരാധനയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സഹാബത്തിന് അല്ലെങ്കിൽ സമാജത്തിൽ വളർത്തിയെടുത്തത്. അഹബ്ബുൽ അഅ്മാലി അദ്വമുഹാ വൈൻ ഖല്ല, എത്ര കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രശ്നങ്ങൾ പലതാണ്, പല പ്രശ്നങ്ങൾ മനുഷ്യന്മാർ നേരിടുന്നുണ്ട്. പക്ഷേ പരിഹാരം ഒന്നാവാൻ കഴിയണം. ഒരിക്കൽ ഒറ്റ ഉദാഹരണം പറയാം. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ്, ദാരിദ്ര്യമാണ്, ജീവിതത്തിൽ കഷ്ടപ്പാടാണ്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമാണ് ജീവിതത്തിലുള്ളത്, നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഹസനുൽ ബസരി അതിന് പറഞ്ഞ മറുപടി, ഖുൽ അസ്താഗ്ഫിറുല്ലാഹ്, ഈ അസ്താഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞേക്ക്,
അത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ എന്നർത്ഥം. അയാൾ കേട്ടുപോയി. പിന്നെ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, വരൾച്ചയാണ്, നാട്ടിലൊക്കെ വല്ലാത്ത കഷ്ടപ്പാട് വന്നിട്ടുണ്ട്, വരൾച്ചയും അതിനോടനുബന്ധമായ ജീവിത ക്ലേശങ്ങളും. അതുകൊണ്ട് നിങ്ങൾ ഒരു ശൈഖാണല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന ചോദ്യവും കൂടി വന്നപ്പോൾ അദ്ദേഹത്തോടും പറഞ്ഞു, അസ്താഫിറുള്ള പറഞ്ഞേക്കുന്നാണ്. അപ്പോ അതും പോയി. പിന്നെ ഒരു വ്യക്തി പറഞ്ഞു, എനിക്കൊരു സന്താനത്തെ തന്നിട്ടില്ലല്ലോ പടച്ചറബ്, എനിക്കൊരു സന്താനത്തെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞപ്പോഴും അദ്ദേഹത്തോടും പറഞ്ഞു, ഖുൽ അസ്താഫിറുല്ലാ, നീ ജീവിതത്തിൽ അസ്താഫിറുല്ല അധികരിപ്പിച്ചേക്ക്. അപ്പോ ഇത് പള്ളിയിൽ ഇരിക്കുന്ന മറ്റാളുകൾ കേൾക്കുന്നുണ്ട്. ആരെന്ത് ചോദിച്ചാലും മൂപ്പര മറുപടി അസ്താഫിറുല്ല എന്ന് പറയലാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല ഹസനുൽ ബസരി, ആളുകളുടെ ആവശ്യങ്ങളൊക്കെ വ്യത്യസ്തമാണല്ലോ. മഴയില്ലാതെ വരൾച്ച നേരിടുന്ന ആളുകളും ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളും മക്കളില്ലാത്തതിൻ്റെ വിരഹ വേദന അനുഭവിക്കുന്നവരായിട്ട് ആളുകളെ നിങ്ങളടുത്ത് വന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളടുത്തുള്ള പരിഹാരമൊക്കെ അസ്താഫിറുല്ലാ എന്നാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ പരിഹാരമല്ല, ഞാൻ എൻ്റെ വക ഒരു പ്രത്യേകിച്ചൊരു അസ്താഫിറുല്ലാ പറഞ്ഞാൽ ഇത് പരിഹരിക്കുമെന്ന അർത്ഥാനത്ത് പറഞ്ഞതുമല്ല, ഇത് അള്ളാഹ് പഠിപ്പിച്ചതാണ്, പടച്ച റബ്ബ് പഠിപ്പിച്ചതാണ്. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ. ജീവിതത്തിൽ പടച്ച റബ്ബുമായുള്ള ബന്ധം സുദൃഢമാക്കാനാണല്ലോ നമ്മൾ നമ്മുടെ പാപങ്ങളെ കഴുകി റബ്ബിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നത്. എങ്കിൽ എന്തുണ്ടാവും? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറൻ, നിങ്ങൾക്ക് അള്ളാഹു കണക്കില്ലാതെ മഴ വർഷിപ്പിച്ചു തരും. പിന്നെന്ത് ചെയ്യും? വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, മക്കളെയും സമ്പത്തും നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും, തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കിത്തരും. സൂറത്തു നൂഹിലെ ആയത്താണ് തെളിവായി ഉദ്ധരിച്ചു കൊടുത്തത്. ആ മക്കൾ വേണോ? അള്ളാഹുമായുള്ള നല്ല ബന്ധം സ്ഥാപിക്കുക. ദാരിദ്ര്യം അകറ്റണോ? പടച്ച റബ്ബുമായുള്ള ബന്ധം സുദൃഢമാക്കുക. വരൾച്ചയിൽ നിന്ന് നിങ്ങൾക്ക് മോചനവും മുക്തിയും വേണോ? ഇതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ പൊതുവെയുള്ള ചിന്ത എന്താ വെച്ചാൽ, അങ്ങനെയൊന്നും ഇപ്പം നോക്കിയാൽ ഇപ്പം ജീവിക്കാൻ കഴിയില്ല എന്നാണല്ലോ നമ്മൾ പറയാം. അങ്ങനെ മതം പറഞ്ഞ് നടന്നിട്ടൊന്നും ഇപ്പം ജീവിക്കാൻ കഴിയില്ല, അതൊക്കെ ഇപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഈ കാലത്ത് നടക്കുമോ എന്ന്, നടക്കൂല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നു എങ്കിൽ, എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ചിട്ടകളും ക്രമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. മക്കളെ ദീൻ പഠിപ്പിക്കുകയും ദീനിൻ്റെ മാർഗത്തിലൂടെ അവിടെ ചേർക്കുകയും ചെയ്താൽ തീർച്ചയായും അവർക്ക് വിജയമുണ്ടാകും എന്ന് നമ്മുടെ മനസ്സ് പറയുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മളാണ്. ഇങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ട് തന്നെ രണ്ടു തലയും കൂട്ടിമുട്ടുന്നില്ല, ഇനിയിപ്പോൾ ഇതും കൂടി ചെയ്യേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഹും യൂഖിനൂൻ, അവർ ദൃഢതയുള്ളവരാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അവിടെയുള്ള നമ്മളെ വിശ്വാസം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല നമ്മൾ ആലോചിക്കേണ്ടത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്ത സഹാബത്ത് നമ്മളെപ്പോലത്തെ പച്ച മനുഷ്യന്മാരാണ്. അവർ പ്രത്യേകം ഒരു വിഭാഗമായി സ്വർഗത്തിലേക്ക് വേണ്ടി പടച്ച പ്രത്യേകമായി ഇങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയാത്ത, അധമ വികാരങ്ങളൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ തെറ്റായ കാര്യം ചെയ്യാൻ വിചാരിച്ചാലും ചെയ്യാൻ കഴിയാത്ത മനുഷ്യന്മാരൊന്നല്ല.
നമ്മളെപ്പോലത്തെ മജ്ജയും മാംസമുള്ള പച്ച മനുഷ്യന്മാരാണ്. ഖുർആൻ അവരിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ജീവിതത്തിൽ അവരെ ഏറ്റവും മുൻപന്തിയിലേക്ക് ആത്മീയതയുടെ നേർരേഖയിൽ ജീവിക്കുന്ന ആളുകളുടെ രേഖാചിത്രം പുറത്തു വിടുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ സഹാബത്തിൻ്റെ ചിത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? നമ്മൾ ആലോചിക്കണമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അവരിങ്ങനെ കുറേ പാവങ്ങൾ, ഈ ദുന്യാവിനോടൊന്നും മോഹമില്ലാതെ ഇത്തരം സാമ്പത്തിക കാര്യങ്ങളും ഈ മത്സരങ്ങളൊന്നും അറിയാത്ത കുറേ പാവങ്ങളായ മനുഷ്യന്മാരന്ന് ജീവിച്ചു പോയി. അതുപോലെ ഒന്നും ഇപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്, നബിയുടെ വീട്ടിൽ നബിയുടെ ദീനീ കാര്യങ്ങളും നിഷ്ഠകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ കേട്ടപ്പോൾ അവർക്ക് തോന്നി നബി ചെയ്യുന്ന ആരാധന കുറവാണല്ലോ. പിന്നെ ഇപ്പം നബിക്ക് അതൊക്കെ മതിയല്ലോ. കാരണം അള്ളാഹ് സ്വർഗം കൊടുക്കുന്നു പറഞ്ഞ മനുഷ്യനല്ലേ, അയാൾ പത്രയൊക്കെ കഷ്ടപ്പെട്ട പോരെ, നമുക്കങ്ങനെ സ്വർഗം തരാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മളത് ചെയ്താൽ പോരാ എന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് എന്ത്? ഞാൻ ഇനി രാത്രിയുടെ സമയങ്ങൾ മുഴുവൻ തഹജ്ജുദ് നമസ്കരിച്ചും ഖുർആൻ പാരായണം ചെയ്തും സമയം അങ്ങനെയാണ് ചെലവഴിക്കുന്നത്. വിവാഹം ചെയ്യുമ്പോഴാണ് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടുന്നത്. അതുകൊണ്ട് ഞാൻ വിവാഹം ചെയ്യാതെ ഇബാദത്തിൽ നിമഗ്നമായി കഴിഞ്ഞുകൂടുകയാണ്. നമ്മൾ എത്രയോ കേട്ട സംഭവമാണ്. അങ്ങനെയൊക്കെ തീരുമാനിച്ച് പോകുമ്പോൾ പകലായ പകലൊക്കെ നോമ്പും രാത്രിയിലൊക്കെ നമസ്കാരവും കുടുംബവുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചും ആത്മീയതയിലേക്ക് മുന്നേറുന്നു എന്ന് തീരുമാനിക്കുന്നത് പറയാൻ എളുപ്പമുള്ള സംഗതിയാണ്. പക്ഷേ ചെയ്യണമെങ്കിൽ ഏറെ പ്രയാസം ഉണ്ടാവും. പക്ഷെ ആ പറഞ്ഞ ആളുകളെ നബി പിടിച്ചു കൊണ്ടുവരികയാണല്ലോ, പോയി കണ്ടെത്തിയിട്ട് അവരോട് പറയാണല്ലോ. അപ്പൊ അവരുടെ ന്യായം കഅന്നഹും തഖാലുഹ, നബിയുടെ പ്രവൃത്തി കുറവാണ് എന്നാണ് അവർക്ക് തോന്നിയത്. അപ്പൊ ആരാധനകൾ ചെയ്യാൻ വേണ്ടി വമ്പൽ കൊള്ളുന്ന ഒരു സമാജത്തിലേക്ക് അവരെ മാറ്റിയത് ഈ ഖുർആൻ അങ്ങോട്ട് പെയ്തിറങ്ങിയപ്പോഴാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ നാട്ടിലൊക്കെ ആ പള്ളിയിൽ നല്ല ഓത്താണെന്ന് പറഞ്ഞാൽ ആളുകൾ ഖിയാമുല്ലയിൽ അങ്ങോട്ട് പോകും. പിന്നെ ലൈവായി ജ്യൂസും കട്ടൻ ചായയൊക്കെ ഇങ്ങനെ 2 റക്അത്ത് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞാലോ, ഏതായാലും ഇപ്പോൾ അവിടെയാലും നിസ്കരിക്കണ്ടേ, അവിടെ നിസ്കരിച്ചാൽ അതും കൂടി കിട്ടുമെങ്കിൽ അതൊരു ആവേശമാണല്ലോ. അല്ല അപ്പം ചായക്കല്ല, ആ ഉറക്കൊക്കെ മാറി ഉന്മേഷത്തിൽ നിസ്കരിക്കാലോ, ആളുകൾ അങ്ങോട്ട് പോകും. അത് ആത്മീയമായി മുന്നേറാനുള്ള ആവേശം തന്നെയാണ്. അതൊന്നും നമ്മൾ ചെറുതായി കാണാനോ നിസാരമായി കാണാനോ അല്ല പറയുന്നത്. ഇപ്പോൾ അതിന് ആളുകൾ റെഡിയാണ്. പക്ഷേ ഈ റമദാൻ കഴിഞ്ഞാൽ സാധാരണ നമ്മളെ മലപ്പുറം ജില്ലയിൽ അടക്കമുള്ള പല നാടുകളിലും, ഇപ്പം നമ്മളൊക്കെ നാട്ടിലൊക്കെ തന്നെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പെരുന്നാൾക്ക് നാട്ടിൽ പോകും. കാരണം സ്വന്തം നാട്ടുകാർ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഓല് പെരുന്നാൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ളുഹ്റാൻ കൊടുക്കാൻ ആളുണ്ടാവില്ല പള്ളിയിൽ. നമ്മളാലോചിച്ച് നോക്കി, ഓല് പോയി പിന്നെ ഇപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാവരും കരുതും, സംഗതി ആളുണ്ടാവില്ല. അല്ലാത്ത ദിവസമാണ് ഇപ്പം റമദാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 11 മണിക്ക് പള്ളി തുറക്കാൻ കാത്തുക്കാണ് ആളുകൾ. പള്ളി തുറന്നാൽ നിസ്കരിച്ച് അവിടെ സുന്നത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതി ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലവർ പള്ളിയിൽ ഇങ്ങനെ കിടന്നൊന്ന് മയങ്ങും, കാരണം ഫാനും സൗകര്യമൊക്കെ ഉണ്ട്, ഇങ്ങനെ സുഖമായിട്ട് കിടക്കണ ആ മനുഷ്യന്മാരാണ്, ഈ ഖിയാമുല്ലയിൽ വന്ന മനുഷ്യന്മാരാണ് ഒറ്റയടിക്ക് സുബൈക്ക് അതിൻ്റെ 1/3 ചുരുങ്ങും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സുന്നത്തിന് വേണ്ടി ഉറക്കൊഴിച്ച് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഫാമിലിയൊക്കെ തട്ടി ഉണർത്തി കൊണ്ടുപോയ ആളുകൾ ഫർള് നമസ്കാരത്തിൽ തന്നെ വരാതായി പോകുന്നുവെങ്കിൽ നമ്മൾ ആ പറഞ്ഞുകൊടുത്ത് നിൽക്കണ്ടേ? ഹും യൂഖിനൂൻ, അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞ ആ വിശ്വാസവും നമ്മുടെ വിശ്വാസവും നമ്മളൊന്ന് തുലനം ചെയ്യണ്ടേ? വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഞാൻ യഥാർത്ഥത്തിൽ ദൃഢവിശ്വാസി തന്നെയാണോ? എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട്.
ആ പ്രാർത്ഥന നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി. മുബാശറ എന്ന് ഇന്ന് ഉപയോഗിക്കുന്ന വാക്ക് ലൈവ് എന്നുള്ള പദത്തിന് പകരം സൗദി ചാനലൊക്കെ തുറന്നാൽ നിങ്ങൾക്ക് കാണാം മുബാശറ. മുബാശറ എന്ന് പറഞ്ഞാൽ ലൈവായി പ്രസിദ്ധീകരിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അള്ളാന്റെ റസൂല് പ്രാർത്ഥിക്കുക, പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? ഈമാനൻ, ഈമാൻ നൽകണം എനിക്ക്. എങ്ങനത്തെ ഈമാൻ? യുബാശിറു ഖൽബി, എന്റെ ഹൃദയത്തിൽ ലൈവായി നിലനിൽക്കുന്ന ഈമാൻ വേണം. ഈമാൻ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് കൂടും, വളരെ ഉഷാറാവും, അതങ്ങനെ തന്നെയാണ് പോവുകയും ചെയ്യും. പിന്നെ ഈമാൻ എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റാത്ത ഈമാനല്ല, ലൈവായി നിലനിൽക്കുന്ന ഈമാൻ പടച്ച റബ്ബേ നീ എനിക്ക് നൽകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ള പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അത് എങ്ങനെയാവണം? യഖീനൻ. റസൂലുള്ള പറയാ, ഞാൻ നേരത്തെ പറഞ്ഞോട് നിങ്ങളെ മനസ്സ് പോരണോ? എങ്ങനത്തെ ഈമാനായിരിക്കണം? യഖീനായ ഈമാനായിരിക്കണം. പേരിന് ഒരു ഈമാനായാ പോരാ, നാമമാത്രമായൊരു ഈമാനായാ പോരാ, യഖീനായ ഈമാൻ ഉണ്ടായിരിക്കണം. പിന്നെയോ സ്വാദിഖൻ, അത് സത്യസന്ധമാവണം. എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി കൊടുത്ത ധനം നഷ്ടമല്ല എന്ന് തോന്നണം. അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത സമയം അത് പാഴായിപ്പോയില്ല എന്ന് തോന്നണം. തൻ്റെ ആരോഗ്യവും തൻ്റെ മക്കളെയും ഒക്കെ അതിനു വേണ്ടി വിനിയോഗിച്ചപ്പോൾ അതെല്ലാം എനിക്ക് പരലോകത്ത് മുതൽക്കൂട്ടാണ് എന്ന് സത്യം തോന്നുന്ന, നമുക്ക് സത്യം തോന്നുമ്പോഴാണല്ലോ സമാധാനം ഉണ്ടാവുക. പറയുന്നത് സത്യമാവുമ്പോഴും പ്രവർത്തിക്കുന്നത് സത്യമാവുമ്പോഴാണല്ലോ അങ്ങനെ ഉണ്ടാവുക. അപ്പൊ സൂചിപ്പിക്കുന്ന എന്താന്ന് വെച്ചാൽ റസൂലുള്ള പറയാണ്, പടച്ചവനെ എനിക്ക് നീ ലൈവായ എന്നും നിലനിൽക്കുന്ന ഈമാൻ പ്രദാനം ചെയ്യണം. ആ ഈമാൻ എന്തായിരിക്കണം? യഖീനൻ സ്വാദിഖൻ, സത്യസന്ധമായ അതോടൊപ്പം തന്നെ ദൃഢമായ ഈമാനായിരിക്കണം. കഴിഞ്ഞില്ല, ഹത്താ ഇലമ, ഈ ഈമാൻ എന്നെ പഠിപ്പിക്കണം, എന്നെ ബോധ്യപ്പെടുത്തണം. എന്ത്? ലാ യുസീബുനി ഇല്ലാ മാ കതബ്തലി, പടച്ചവനെ നീ നിശ്ചയിച്ചതല്ലാതെ ഒന്നും എനിക്ക് വരികയില്ല എന്ന്. എൻ്റെ ഈമാൻ എന്നെ പഠിപ്പിക്കേണ്ടത് എന്താണ്? എൻ്റെ ഈമാൻ എന്നെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് എന്താണ്? പടച്ച റബ്ബേ, നീ കണക്കാക്കിയതൊക്കെ എൻ്റെ ജീവിതത്തിൽ വരും, ഒന്നും എനിക്ക് ബാധിക്കൂല. എനിക്ക് ഖൈറ് വന്നാലും എമ്പാടും ഐശ്വര്യം കുമിഞ്ഞുകൂടിയാലും ദാരിദ്ര്യവും പരീക്ഷണങ്ങളും കഷ്ടപ്പാടും വന്നാലും ഇതെല്ലാം നീ നൽകിയതാണ് എന്നെൻ്റെ മനസ്സിനെ നീ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഈമാനാണ് എനിക്ക് നൽകേണ്ടത്. അങ്ങനെ ബോധ്യപ്പെട്ട എന്തുണ്ടാവും? വരിളൻ ബിമാ ഖസംതനി, നീ എനിക്കായിട്ട് ഓഹരി വെച്ച് തരുന്നതിൽ എനിക്ക് സംതൃപ്തി ഉണ്ടാവണം. ഓ, ഞാൻ ഇങ്ങനെയൊക്കെ ഖിയാമുല്ലിൽ ഒരു മാസം നിസ്കരിച്ചിട്ട് ഇന്നോട് റബ്ബ് ഇത് ചെയ്തില്ലേ, എൻ്റെ കുടുംബത്തിൽ ഈ അസുഖം വന്നില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടായില്ലല്ലോ, ഉള്ളതിനനുസരിച്ചൊക്കെ ഞാൻ കൊടുത്തിട്ടില്ലേ, ഇതിപ്പോ അള്ളാഹ്ക്ക് അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് പരിഭവവും പരാതിയും പറയാനല്ല, വരിളൻ എനിക്ക് സംതൃപ്തി ഉണ്ടാകണം. ബിമാ ഖസംതനി, നീ എനിക്ക് ഓഹരി വെച്ച് തരുന്നതിൽ, എന്താണോ തരുന്നത് ആ തരുന്നത് റബ്ബിന്റെ വിധിയാണ് എന്ന് സമാധാനിക്കാൻ നീ എനിക്ക് എന്ത് ചെയ്യണം? തൃപ്തി നൽകുന്ന ഒരു ഈമാൻ നൽകണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈമാൻ അങ്ങനെ തന്നെയാണോ? ജീവിതത്തിൽ ഖൈറ് വരുമ്പോ അള്ളാഹ് നമ്മളൊപ്പം ഉണ്ടെന്ന് പറയും. അതാണ് ഫയഖൂലു റബ്ബി അക്റമനി, എൻ്റെ റബ്ബെന്നെ ആദരിച്ചിട്ടുണ്ട്, ഞാൻ അതിന് മാത്രം ചെയ്തിട്ടൊന്നുമില്ല, റബ്ബിന്റെ കൃപ തന്നെയാട്ടോ. ഇത്രയൊക്കെ എങ്ങനെയൊക്കെ ആവുന്നു ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ലേനി. പടച്ച റബ്ബ് വാരിക്കോരി തന്നതാണ്, റബ്ബ് എന്നോടൊപ്പമാണ്, റബ്ബ് ഇപ്പൊ നമ്മളെ മെച്ചപ്പെട്ട നിലയാക്കിയിട്ടുണ്ട് ഓന്റെ മനസ്സ് പറയും. എന്നാൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരികയാണെങ്കിലോ
ഫയഖൂലു റബ്ബി അഹാനനി, എൻ്റെ നാഥൻ എന്നെ അവഗണിച്ചു, എന്നെ ഇൻസൾട്ട് ചെയ്തു, നിന്ദിച്ചു എന്നും അവൻ പറയും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും റബ്ബേ ഇജ്ജ് എന്നോട് ഇത് കാണിച്ചില്ലേ, എനിക്ക് ഈ ഗതി വന്നില്ലേ, ഈ രോഗം നീ എനിക്ക് തന്നില്ലേ എന്ന് ചോദിക്കുന്നൊരവസ്ഥയാണെങ്കിൽ എവിടെയാണ് ലൈവായ ഈമാൻ ഉണ്ടാകുന്നത്? ഇത് ഈ റമളാനിന്റെ അവസാന സമയങ്ങളിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. എൻ്റെ ഈമാൻ ലൈവാണോ? ആ പദം നിങ്ങളെ മനസ്സിലുണ്ടാവണം. യുബാശിറു കൽബി, കൽബിൽ മുബാശറത്തുള്ള ഈമാനാണോ എൻ്റെ ഈമാൻ? കാരണം എന്തുകൊണ്ടാ? ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഈമാൻ കൂടിക്കൂടി വരും, ഈമാൻ കുറഞ്ഞു കുറഞ്ഞു പോവും. അതുകൊണ്ടാണ് ജദ്ദിദു ഈമാനക്കും, നിങ്ങളെ ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എന്ന് സൂചിപ്പിക്കുന്നത്. ആ ഈമാനെ പുതുക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം, ഈ പൂർവീകരായ നന്മയിൽ മത്സരിക്കാൻ ഒന്നും പ്രശ്നമല്ലാത്ത സമ്പത്ത് കൊടുത്തിട്ട് ഇനി അള്ളാഹുവും റസൂലേ ബാക്കിയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ, യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ വിശന്നിട്ടൊരു കാരക്ക തിന്നപ്പോഴാണ് ഞാൻ നബിയെ യുദ്ധത്തിൽ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഞാനെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലാണെന്ന് പറയുമ്പോൾ, എങ്കിൽ ഞാനിതാ ഈ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുന്നു എന്നും പറഞ്ഞ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ ആവേശം കാണിച്ച, അത് വലുത് പറഞ്ഞ് നമുക്ക് ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിൽ നിന്ന് ഉണർത്താനുള്ളതല്ല. ജീവിതത്തിൽ മതമെന്ന് പറയുന്നത് നമ്മെ സക്രിയമായി ചിന്തിപ്പിക്കാനുള്ളതാണ്. ആ ചിന്തയിലാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നതിൻ്റെ ദൃഢത. അത് ജീവിത വ്യവഹാരത്തിൽ നമുക്ക് ബോധ്യമാകുന്ന, നമ്മെ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന രൂപത്തിൽ സഫലമായി തീരേണ്ടതുണ്ട്. അങ്ങനെ സഫലമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആരാധനകൾ എത്ര പ്രയാസപ്പെട്ടാലും അനുഷ്ഠിക്കാൻ തോന്നുക. എങ്ങനെ ചെയ്യാതിരിക്കാം എന്ന ചിന്തയാണ് പൊതുവിൽ ആളുകൾ ഉണ്ടാവുക. അതങ്ങനെ വേണോ, അതിനിങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്താലും പോരെ, ഇത്ര കൊടുക്കണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നോമ്പിനൊക്കെ എത്ര ആളുകളാ ചോദിച്ചാൽ മൗലി നോൽമ്പ് നോറ്റിട്ടില്ല, എത്ര കൊടുക്കണം? ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര റുപ്യ വെച്ചാ കൊടുക്കണ്ടേ? ഞാൻ ചോദിച്ചു, ഫിത്ർ സക്കാത്തിന് റസൂലുള്ള തോത് പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിന്റെ തോത് നമുക്കൊക്കെ അറിയാം, എത്ര ശതമാനാ കൊടുക്കേണ്ടിയത്. എന്നാൽ നോമ്പ് നോൽക്കാത്തവന് എത്രയാ കൊടുക്കേണ്ടിയെന്ന് നബി പറയാഞ്ഞ്? മറന്നുപോയതൊന്നുമല്ലല്ലോ, സഹാബികൾ ചോദിക്കൂലേ. അപ്പൊ ആള് 50 റുപ്യ കൊടുത്താൽ മതിയോ? ആള് ഇങ്ങോട്ട് ചോദിക്കും, അതോ 100 ആക്കണോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ നോമ്പോർക്കാൻ എത്ര റുപ്യ ചെലവ് വരും? ഇപ്പൊ ഓരോരുത്തർക്ക് അല്ല ഓരോ നിയമത്താണല്ലോ കൊടുത്തത്. ഒരു ചായ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജ്യൂസ്, ഇപ്പൊ നമ്മളെ നാട്ടിൻപുറത്തെ അവസ്ഥയാണ് പറഞ്ഞത്, കുറച്ച് വത്തക്കും പഴങ്ങളൊക്കെ വെട്ടിയിട്ട് അത്, പിന്നെ ഒരെണ്ണക്കടി, ഇപ്പൊ ഒരുപാട് വേണ്ട, ഒന്ന്, പിന്നെ ഒരു ചിക്കൻ്റെ ബീഫോ മീനോ ഒരു കറിയും പത്തിരിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അധികം ഒന്നും നമ്മൾ കൂട്ടണ്ട, അതിന് എത്ര റുപ്യ വരും? നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കണേ കൊടുക്കണ്ടേ? നമ്മൾ കഴിക്കണതിന് മേലെ കൊടുക്കണ്ട, നമ്മൾ കഴിക്കണ താഴെ കൊടുക്കണോ? 50 റുപ്യക്ക് എന്താ കിട്ടുക? ഇപ്പോ ഞാൻ സൂചിപ്പിക്കണം എന്താ കാര്യങ്ങൾ, ഈ എനിക്ക് അള്ളാഹു നിയമത്ത് നൽകിയിട്ട് നന്നായി നോമ്പ് തുറന്നോട്ടെ. നോമ്പ് എനിക്ക് നോൽക്കാൻ കഴിയാത്തോണ്ടാണല്ലോ നന്നായി നോമ്പ് തുറന്നിട്ട പാവങ്ങള്, അങ്ങനെ കൊടുക്കാൻ തോന്നണ്ടേ? ഇതെനിക്ക് അള്ളാഹു തന്നതാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു മനുഷ്യൻ തോന്നണ്ടേ, എനിക്ക് ഇപ്പൊ നടന്നു പോവാൻ കഴിയുന്നില്ല, അള്ളാഹു പൈസ തന്നിട്ടുണ്ടല്ലോ, ഓട്ടോറിക്ഷ ഏൽപ്പിക്കട്ടെ ജമാഅത്തിന് പോവാൻ, പൈസ അള്ളാഹു തന്നതല്ലേ. അങ്ങനെയാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു വിശ്വാസം വന്ന മനുഷ്യന് അത് പ്രശ്നമല്ല, ഇതൊക്കെ അള്ളാഹു തന്നാണ്, ഞാൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവില്ല, ഞാൻ എൻ്റെ പരലോകത്തേക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടത് അതാ. ഈമാൻ ലൈവായി നിലനിൽക്കുന്ന ഈമാൻ ഉണ്ടാകുമ്പോൾ എല്ലാ പ്രതിസന്ധികളും നമുക്ക് എളുപ്പമായി തോന്നാനും എല്ലാ പ്രയാസകരമായ അവസ്ഥകളെയും വളരെ ശാന്തമായി തരണം ചെയ്യാനും കഴിയും. അപ്പോഴാണ് ആരാധനകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. വഴിയിൽ ഇട്ടേച്ച് പോവാതിരിക്കാൻ, അത്
പിന്നീട് അങ്ങനെ പണ്ട് ചെയ്തിരുന്നു ഇപ്പല്ല എന്ന് പറയുന്ന അവസ്ഥ മാറാൻ ദായിമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കുകൂടിയുണ്ട്, വലാ തകൂനു കല്ലത്തി നഖലത് അസ്ലഹ മിൻ ബാദി ഖുവ്വത്തിൻ അൻകാസൻ. ശക്തിയായി കയറൊക്കെ പിരിച്ചുണ്ടാക്കി ബലവത്തായ കയറുണ്ടാക്കിയതിന് ശേഷം ആ കയറ് നീ ഉടച്ചു കളയരുത് കേട്ടോ. ഉടച്ചു കളയാൻ നേരെ ഓപ്പോസിറ്റ് തിരിയും തിരിച്ചാൽ മതി, കയറ് ലൂസായി മാറും. അത് പിരിച്ചുണ്ടാക്കാനുള്ള ബലവത്താക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ഇല്ലായ്മ ചെയ്യാൻ ഒറ്റ പണിയേ ഉള്ളൂ, ചെയ്യണ്ടാച്ചാൽ മതി. അവിടെയാണ് ഈ റമദാന്റെ അവസാന സമയങ്ങൾ പ്രതിജ്ഞ എടുക്കുക, ജമാഅത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ, ഖുർആനുമായുള്ള ബന്ധം ഇല്ലാതായി പോകുന്ന അവസ്ഥ സംഭവിക്കാതിരിക്കാൻ, പടച്ച റബ്ബുമായുള്ള നല്ല ബന്ധങ്ങളെ ശാക്തീകരിക്കാൻ, നമ്മൾ ചോദിച്ചാൽ എൻ്റെ റബ്ബ് തട്ടിമാറ്റാത്ത ബന്ധം സുദൃഢമാക്കാൻ നമ്മൾ അവസാന മണിക്കൂറുകളിൽ കൂടുതൽ പ്രതിജ്ഞയോടെ പ്രാർത്ഥനകൾ മുഴുകി ഈമാനിനെ പുതുക്കി സംശുദ്ധമായ വ്രത വിശുദ്ധിയുടെ ആളുകളായി മാറാൻ പ്രതിജ്ഞ എടുക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹുമുൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.